അപ്പൊ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന 23ാമത്തെ ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ പാരിസ്ഥിതി ശോഷണം. അപ്പൊ എന്താണ് പരിസ്ഥിതി ശോഷണം അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതി മലിനീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം അല്ലെങ്കിൽ അവിഭാജ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് മനുഷ്യരാണ്. അപ്പം ഈ മനുഷ്യരുടെ പ്രവർത്തനം മൂലം പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ദോഷത്തെ പറ്റിയിട്ടാണ് നമ്മൾ പരിസ്ഥിതി ശോഷണം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അറിയാം, മനുഷ്യന്മാരുടെ പ്രവർത്തനം മൂലമാണ് പരിസ്ഥിതി മലിനമാവുന്നത്. കാരണം എന്താണ്? ഒന്നാമതായി നമുക്ക് ജനസംഖ്യ പറയാം. ജനങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ നാച്ചുറൽ സോഴ്സസ് ആയിട്ടുള്ള വെള്ളമായാലും ശരി, അതേപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളായാലും ശരി അധികമായിട്ട് കിട്ടേണ്ട ആവശ്യം വരെയാണ് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ പ്രകൃതി മലിനമായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് അത് വളരെയധികം ദോഷമായിട്ട് വരാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അമിതമായിട്ടുള്ള പ്രകൃതി ചൂഷണം. കാരണം നമുക്കറിയാം, മരങ്ങളെല്ലാം മുറിക്കുന്നു, അതേപോലെ തന്നെ ഫ്ലാറ്റുകൾ പണിയാൻ വേണ്ടിയിട്ട് നെൽപ്പാടങ്ങളെല്ലാം നികത്തുന്നു. അങ്ങനെ 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 മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്? പരിസ്ഥിതി അവരിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എന്താണ് ഈ ഫാക്ടറികളും അതേപോലത്തുള്ള മാലിന്യങ്ങൾ നേരെ എന്ത് ചെയ്യും? പുഴകളിലേക്ക് ഒഴുക്കി വിടും. അങ്ങനെ പുഴ, മണ്ണ്, വായു എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. മലിനമായിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അഴുക്ക വെള്ളമൊക്കെ നേരെ വെള്ളത്തിലൂടെ നമ്മുടെ കടലിലൂടെയും കായലിലൂടെയും അതേപോലത്തെ തോടുകളിലൊക്കെ ഒഴുക്കി വിടുന്ന സമയത്ത് അവിടെ അതിന്റെ അകത്തുള്ള, അതായത് ഈ നമ്മുടെ ഈ ഒരു വെള്ളത്തിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറെ സസ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ മത്സ്യങ്ങളുണ്ട്. ഇവയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത് വഴി വായു മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് വഴി നമ്മുടെ മണ്ണ് മലിനാകുന്നുണ്ട്. അങ്ങനെ 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 മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രകൃതിയെ അവർക്ക് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പ്രകൃതിക്ക് വളരെയധികം ദോഷകരമായിട്ട് വരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ജനസംഖ്യ. ജനസംഖ്യയിൽ വന്ന ആ ഒരു പെരുപ്പം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. കാരണം എല്ലാ ആളുകൾക്കും വെള്ളം വേണം, എല്ലാ ആളുകൾക്കും പ്രകൃതിയിലെ റിസോഴ്സസ് വേണം. ഇപ്പൊ അതിന്റെ പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നഗരവൽക്കരണം. നഗരവൽക്കരണം കാരണം പ്രകൃതി എല്ലാം വെട്ടിമുറിച്ചൊക്കെയാണ് പുതുതായിട്ട് വീടുകളും കാര്യങ്ങളും വയ്ക്കുന്നത്. പിന്നെ വ്യവസായവൽക്കരണം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, എന്താണ് എന്തെല്ലാം അവയർനെസ് നമുക്ക് കൊടുക്കാം ആളുകൾക്ക്. എത്ര അവയർനെസ് കൊടുത്താലും ആളുകൾ മാറാൻ പോണില്ല. എങ്കിലും നമുക്ക് എന്തെല്ലാം അവയർനെസ് ആണ് നമ്മുടെ ഈ ഒരു പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് കൊടുക്കാന്ന് ചോദിച്ചാല് നമുക്ക് പറയാം, എന്ത് ചെയ്യാം? ഇത് അപ്പൊ സ്കൂളുകളിൽ നമുക്ക് വളർന്നു വരുന്ന പൗരന്മാരാണ് ഇനിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം സ്കൂളുകളിലും കോളേജുകളിലും പോയിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചൂഷണത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു അവബോധങ്ങൾ കൊടുക്കാം. അത് മാത്രം തന്നെ അതുപോലെ തന്നെ പ്ലക്കാർഡുകളും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നാട്ടുകാരല്ല, നമ്മുടെ സമൂഹത്തെ അറിയിക്കുക. അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു അവയർനെസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് യാതൊരു ദോഷമല്ല, മനുഷ്യർക്ക് വികസനവും നടക്കും. ഇതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും സംഭവിക്കാതെ അതേസമയം നമ്മൾ മനുഷ്യർക്ക് വികസനവും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വികസനത്തിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ നാഷണൽ ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് അത് പ്രകാരം വന്നിട്ടുള്ള മാറ്റങ്ങൾ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പാറകളുണ്ടല്ലോ, പാറകൾ ഇത് പൊട്ടിക്കുന്നത് നിയന്ത്രിച്ചു, വനനശീകരണം നിയന്ത്രിച്ചു, പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചു, ഖനനം നിയന്ത്രിച്ചു. നമ്മൾ ഈ പല പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേന് എഴുതി വെക്കും, ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും ഡംപ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കമ്മിറ്റിനെ രൂപീകരിച്ചു. ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളും അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു കമ്മിറ്റി വരെ രൂപീകരിച്ചു. അത് മാത്രമല്ല, പരിസ്ഥിതി കോടതികൾ സ്ഥാപിച്ചു. പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ പറഞ്ഞു. പണ്ട് ഇപ്പൊ പ്ലാസ്റ്റിക് കവറിന് പകരം മറ്റേ തുണികൾ കൊണ്ടുള്ള കവറുകളല്ലേ ഉപയോഗിക്കുന്നത്. കീടനാശിനികൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചു. അതേപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാനിങ്, ഇപ്പൊ മുനിസിപ്പാലിറ്റി ഒക്കെ വഴി വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഒക്കെ എടുക്കാൻ ആളുകൾ വരത്തില്ലേ. പിന്നെ നദികൾ സംരക്ഷിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് എല്ലാം ഉന്മൂലനം ചെയ്തു, പ്ലാസ്റ്റിക്കിന്റെ നിരോധനം കുറച്ചു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വഴി എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു പരിസ്ഥിതിനെ സംരക്ഷിക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡന്റിഫൈ ദി എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ടേക്കൻ ബൈ ദി ഇന്ത്യ ടു ചെക്ക് ദി എൻവയോൺമെന്റൽ പൊല്യൂഷൻ. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്താണ്
ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് പരിസ്ഥിതി കോടതികൾ സ്ഥാപിച്ചു, പ്രകൃതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, കീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങി, മാലിന്യങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ തുടങ്ങി, നദികൾ സംരക്ഷിക്കാൻ തുടങ്ങി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. രണ്ടാമത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേന് ഉം അത് തന്നെയാണ്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടാമത്. അത് വേറെ രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഹൈലൈറ്റിംഗ് എനി 5 സിഗ്നിഫിക്കന്റ് മെഷേഴ്സ് ടേക്കൻ ബൈ ദി ഇന്റർനാഷണൽ ലെവൽ ടു ഫുൾഫിൽ ദി കമ്മിറ്റ്മെന്റ് ഓഫ് പ്രൊട്ടക്ഷൻ ടു ദി എൻവയോൺമെന്റ്. ഈ ഒരു സാധനം തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ടേക്ക് ചെയ്തിട്ടുള്ള മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത്. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ബൈ.